ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിൽ അവർ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ സിറ്റുവേഷനിൽ എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ സിറ്റുവേഷനിൽ എന്താണ് അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ക്ലാരിഫിക്കേഷൻ ടാരോ കാർഡ്സ് എടുക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കറന്റ് സിറ്റുവേഷനിൽ? ഓരോ കപ്സ്, Ten of Pentacles, the Sun card, എന്താണ് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്? Ten of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് Seven of Cups ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അബ്രോഡ് ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം, നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം, കാണാതെ പ്രണയിച്ചിട്ടുള്ളവരായിരിക്കാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ തമ്മിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഒന്നും തന്നെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി തയ്യാറല്ല എന്നിവിടെ വ്യക്തമാണ്. അതായത് ഒന്നും മിണ്ടുന്നുണ്ടാവില്ല നിങ്ങളുമായിട്ട്. ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം. ഒന്നും നിങ്ങളടുത്ത് പറയാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി, നിങ്ങളുടെ കൂടെയുള്ളൊരു, നിങ്ങൾ സ്നേഹത്തിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു എന്താ പറയാ സന്തോഷം, കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു കറന്റ് എനർജിയിൽ, കറന്റ് സിറ്റുവേഷനിൽ അവര് തിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ കൂടെ സന്തോഷത്തിലുണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചു വേണം, ലൈഫിലേക്ക് തിരിച്ചു വേണം. അതുണ്ടെങ്കിൽ അവരൊരു സക്സസിലേക്ക് എത്തും, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തും എന്നൊക്കെയുള്ള തോട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇൻഡ്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഇവിടെ ടെംപ്ടേഷൻ കാർഡ് വന്നിട്ടുണ്ട്. ടെംപ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവിൾ കാർഡാണ്. ഓക്കെ, അതായത് ഇവരിപ്പോൾ ഉള്ളത് ഒരു പോസിറ്റീവ് എനർജിയിലാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ഉണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ടുണ്ടാകാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അവർക്ക് വേറെ ഓപ്ഷൻസ് വന്നിട്ട് അവർ പോയതായിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാക്കാം. അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ട, ഇമ്പോർട്ടൻറ്റ്, നിങ്ങളെയും കാട്ടി വാല്യൂ കൊടുക്കേണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം.
അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ സംതിങ് ആര് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അവർ സ്റ്റെക്കാണ്. നിങ്ങളടുത്തോട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ അങ്ങനെ ഒന്നും തന്നെ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ചിന്തയിൽ മുഴുവൻ നിങ്ങളുമായിട്ടുള്ള ഒരു ഓർമ്മകൾ, സന്തോഷത്തോടെ ഉണ്ടായിരുന്നിട്ടുള്ള, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു, നിങ്ങൾ എത്രത്തോളം അവർക്ക് സ്നേഹം കൊടുത്തിരുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അവര് ഇപ്പോൾ ആഗ്രഹിക്കുന്നതും നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതും എല്ലാം തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെയുള്ള ഒരു തിരിച്ച്, എന്താ പറയാ, ഒരു റിയൂണിയൻ, നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ലൈഫ്, നിങ്ങളുടെ കൂടെ ആ പഴയതായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ ഇനിയും വേണം, ലൈഫിലേക്ക് വേണം എന്ന് അവർ വളരെ വളരെ നല്ലോണം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. 10 ഓഫ് പെന്റക്കിളും തൊട്ടിപ്പുറത്ത് വന്നിട്ടുള്ള സൺ കാർഡാണ്. ഒരു വെളിച്ചം വരുത്തുക എന്നുള്ളത്, സന്തോഷകരമാക്കുക എന്നുള്ളത്. ഓക്കെ, അതാണ് ഒരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു സൈഡ് നോക്കുമ്പം അവർക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ ഒരു എനർജിയിൽ അവർ ഇരിക്കുകയാണ്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി കാരണമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ എന്താ പറയാ, ജോലിയുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ജോലി സംതിങ് ആയിട്ട് നിങ്ങളെ മാറ്റി വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അവരുടെ ലൈഫിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, മേ ബി അവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒന്നും കൂടെ ഒരു ചാൻസും കൂടെ വെച്ച് നീട്ടി വരാൻ വേണ്ടി തയ്യാറാണ്. നിങ്ങൾ ഇത് എങ്ങനെ അക്സെപ്റ്റ് ആക്കും എന്നുള്ളൊരു പേടി ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇത് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് അവരുടെ ഇമോഷൻസ് എല്ലാം, അവരുടെ ഫീലിങ്സ് എല്ലാം നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ഓക്കെ, എന്താ പറയുക, ഒരു ഏകദേശം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മിറാക്കിൾ പോലെ ആയിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാകുക, ഈ ഒരു കാര്യം. അതായത് നിങ്ങൾ അത്രയും മാറ്റി നിർത്തിയിട്ടുണ്ടാകാം ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു കാര്യമായിരിക്കാം, റീയൂണിയൻ എന്ന് പറയുന്നത്. കാര്യം അവർ സൈലന്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒന്ന് പറഞ്ഞാലോ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നും ആയിരിക്കില്ല ഇത് ഇപ്പോൾ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ. മിണ്ടാതെ നിൽക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ചിന്തകളിൽ മുഴുവൻ ഉള്ളത് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, നിങ്ങളുടെ കൂടെയുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെ പറ്റും എന്നുള്ള ഒരു ചിന്തയിലാണ് അവരുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളടുത്ത് വന്നിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാനും ആ വ്യക്തി ഇപ്പോൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് നടക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു മിറാക്കിൾ പോലെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്ക് അത് നടക്കുന്നതാണ്. ഇവൻ ഇനിയിപ്പോ എന്താ പറയാ, ഒട്ടും നിങ്ങൾക്ക് പ്രതീക്ഷയില്ല എങ്കിൽ പോലും ഇത് ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നതായിരിക്കും. ഇനിയിപ്പോ സംഭവിച്ചവരുണ്ടായിരിക്കാം, സംഭവിക്കാത്തവരുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്കിത് ഈ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, രണ്ടുപേരും ഒരേപോലെ തന്നെ ഒരേ തോട്ടിൽ ഒരേപോലെ ഇങ്ങനെ നിൽക്കുകയാണ്, സൈലന്റ് ആയിട്ട്. എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു സിറ്റുവേഷൻ? ഓക്കെ, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് ജോലിയോ അല്ലെങ്കിൽ വേറെ പേഴ്സൺസോ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അവർ നേരിടുന്നത് കൊണ്ടാണ് നിങ്ങളടുത്ത് അവർക്കൊന്ന് ഓപ്പൺ ആയിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും അവർ നിൽക്കാത്തത്. ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടോ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ ഇപ്പോൾ അവര് വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ സാക്രൽ ചക്രയാണ് ഫസ്റ്റിനെ വന്നിട്ടുള്ളത്. അത് നിങ്ങളടുത്തുള്ള ഒരു ഫസ്റ്റ് ടൈം നിങ്ങളെ മാറ്റി നിർത്തിയ സമയത്ത് അവർ ഇത്രത്തോളം നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ പെയിൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അവരെ പെയിൻ ചെയ്യിപ്പിക്കും എന്നുള്ളത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ഈ ഒരു നിമിഷം അവരത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.